അങ്ങനെ ഇന്നലത്തെ വൈകുന്നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. തമ്പനയിലിൽ നിന്ന് അർജുന്റെ ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ള ആ സൈബർ അറ്റാക്കുകളൊക്കെ തീരുകയാണെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു എന്താ പറയുക തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അതിൽ കുറച്ച് ആളുകൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണേട്ടനായിട്ടുള്ള സായി, കാദർ കരിപ്പൊടി, നമ്മുടെ പബ്ലിക് കേരള ചാനലിലെ പുള്ളിയുടെ ചാനലൊക്കെ അടിച്ചു കേട്ടോ. അയ്യോ അതൊരു വലിയ ഇതായിപ്പോ നമ്മൾ വീഡിയോട്ട് കിടക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊക്കെ ഒരുപാട് റെഫറൻസ് എടുക്കുന്ന ഒരു ചാനലായിരുന്നു നമ്മുടെ ആധാർ കരിപ്പയുടെ പബ്ലിക് കേരള ചാനൽ. ഇന്നലെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇവർ ഒന്നിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇട്ടതിന് ശേഷം ആ ചാനലൊക്കെ അടിച്ചു ഇത് ആരും ഹാക്ക് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. അപ്പൊ അർജുന്റെ കുടുംബം, അർജുന്റെ അളിയനാണെങ്കിലും അനിയനാണെങ്കിലും ഇവരൊക്കെ തമ്മിൽ ഒരു പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ആ കുടുംബത്തിന് അതിന് മുമ്പുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ആ കുടുംബത്തിന് കിട്ടിയ സൈബർ ബുള്ളിങ്, സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മളതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല നല്ല റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരെല്ലാവരും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറെ മതസ്പർദ്ധ വളർത്തുന്ന വൃത്തികെട്ടവന്മാരായിട്ടുള്ള കുറെ വൃത്തികെട്ട ചാനലുകാരൊക്കെ വേറെ രീതിയിൽ അതൊരു മത രാഷ്ട്രീയവൽക്കരണം നമുക്ക് കൊണ്ടുവന്ന് വൃത്തികെട്ട രീതിയിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക, രണ്ട് ചേരി തിരിഞ്ഞുള്ള ഒരു അടിയായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു വിരാമമായിട്ടുണ്ട്. അതിന് മുൻകൈ എടുത്ത് ആരാണെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞ ഈ പേര് പറഞ്ഞവരല്ല, അതിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും നല്ലൊരു കാര്യം തന്നെ, നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇവരുടെ ചാനൽ ഇട്ടേക്കുന്ന വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പം മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള അതിൻ്റെ കുറച്ച് അവർ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഫുൾ വീഡിയോ ഞാൻ കണ്ടാണ്. അപ്പം എന്താണ് അവർ പറയുന്നത്, എന്താണ് പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പോൾ അതിപ്പം ഇപ്പം എന്താണ് കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ചത് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്, ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കൊക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗി, പിന്നെ അളിയ, അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവേത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട്, ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്, ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ കൊണ്ടങ്ങ് നിർത്തുക. ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു വിവാദമായി പോയി. ഇപ്പോൾ അർജുൻ്റെ പേരിലുണ്ടായ ഒരു അനാവശ്യമായിട്ടുള്ളൊരു വിവാദമായി പോയെന്ന് എല്ലാവർക്കും തന്നെ പറയാനുള്ളൂ. ഇതൊരു മേശയുടെ ചുറ്റിനും ഇതിലും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാവുന്ന, പരസ്പരം അങ്ങോട്ട് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന കേസുകളാണ്. കമ്മ്യൂണിക്കേഷൻ ആണല്ലേ ഒരു ബന്ധം തകർക്കുന്നതും ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കരുത്. ഇപ്പം മനാഫിന്റെ ഫോൺ ബിസി ആയിരുന്നു, മനാഫിന് ഇഷ്ടംപോലെ കോൾസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം മനാഫ് എല്ലാ കോളും ഇഗ്നോർ ചെയ്തു, അതുകൊണ്ട് ഇവരുടെ കോളും ഇഗ്നോർ ചെയ്തു. അങ്ങനെ പരസ്പരം ആ കമ്മ്യൂണിക്കേഷൻ നേരെ നടക്കാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് അർജുന്റെ കുടുംബവും സമ്മതിക്കുന്നുണ്ട്, മനാഫും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ പേര് മുതലെടുത്ത്, അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയപരമായിട്ടാണല്ലോ ഇപ്പോൾ സംഘികളുടെ കാര്യം പറയുന്നുണ്ട്, അല്ലാത്ത വേറെ കുറെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഇതൊക്കെ ഒരുപാട് പേര് വളച്ചൊടിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് സൈബർ ബുള്ളിങ് അത്രയും കട്ടിയായത്. നമുക്ക് ഒരിക്കലും നമുക്കത് നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിതൊന്നും കാണാതിരിക്കണം. യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും കാണാതിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബുള്ളിങ് ഒന്നും കാണില്ലല്ലോ. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമല്ല. മനാഫ് പറഞ്ഞ പോലെ അത് നമ്മളൊരു കുടുംബമാണ്, നമ്മുടെ കേരളത്തിന്റെ ഒരു കുടുംബമാണ്. അർജുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വികാരമായിരുന്നു. സോ നമ്മളത് വിട്ടു, എല്ലാവരും തന്നെ വിടുക. ഇനി നല്ല രീതിയിലോട്ട് പോട്ടെ. അവരവരുടെ കാര്യങ്ങൾ, അവർക്ക് പബ്ലിക്കലി ജീവിക്കണം, തുറന്ന് ജോലി ചെയ്യണം, ജോലിക്ക് പോകണം. ഇതൊക്കെ നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. സോ അതുകൊണ്ട് എല്ലാവരും അത് വിടുക. സംഭവമേ നടന്നിട്ടില്ല. അർജുന നമുക്ക് ചേതനയായിട്ട് ശരീരമായിട്ടാണെങ്കിലും കിട്ടി. സോ അതെല്ലാം വിട്ട് അളിയനെ ആണെങ്കിലും അനിയനെ ആണെങ്കിലും അവർക്ക് അവരുടേതായ ജോലി ചെയ്ത് മുമ്പോട്ട് പോകണ്ടേ. വീട്ടിലുള്ള മറ്റേ പെങ്ങളുടെ കാര്യം നമുക്കറിയാം. പുള്ളിക്കാരത്തിയുടെ അവിടെ തൊട്ടാണല്ലോ തുടക്കം. പുള്ളിക്കാരത്തി മനാഫിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളത്. അതൊക്കെ പോട്ടെ. അതൊക്കെ ആ ഒരു മരിച്ച ചേതനയേറ്റ ഒരു അനിയന്റെ ശരീരം കൊണ്ടുവരുമ്പോൾ ആ ഒരു ഇത് ഇത്രയേ ഉള്ളൂ.
അങ്ങനെ കണ്ടാൽ മതി. നമ്മളെല്ലാവരും മനസ്സിലാക്കുക. എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പ്രായം പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള രീതി ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷേ ജനങ്ങളെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ആൾ, പിന്നെ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയുക, അവർക്കിപ്പോൾ ഓരോന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള വർഗീയ നമ്മളിപ്പോൾ അതിന്റെ ആൾക്കാരെ നമ്മൾ ഈ അളിയൻ എന്ന് പറയുന്ന അർജുൻ്റെ അളിയൻ എന്ന് പറയുന്ന പുള്ളിയുടെ പേരെന്തോന്ന് വിട്ടുപോലും. അപ്പം പുള്ളിയുടെ കയ്യിൽ എന്തോ ഒരു രാഖി കിടക്കുന്ന പഴയ ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന സംഖ്യയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വേട്ടാവളയും ചാനലുകൾ കൊണ്ടുവന്നിട്ട് അവൻ സംഖ്യയാണ്, അവൻ അതുകൊണ്ടാണ് മനാഫിനോട് ഇത്ര പ്രശ്നം എന്നൊക്കെ പറഞ്ഞ്. അതായത് ഇത് മതത്തിൻ്റെതായ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അത് രണ്ട് രീതിയിലാണ് പോകുന്നത്. രാഷ്ട്രീയവൽക്കരിക്കുന്നു, മതവൽക്കരിക്കുന്നു. അല്ലാതെ മനുഷ്യൻ എന്നുള്ള രീതിയിലോട്ടല്ല, അവൻ ആ മതത്തിൻ്റെ ആളാണ്, അവൻ ആ രാഷ്ട്രീയമുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലോട്ടൊക്കെ പോകുന്നത്. വൃത്തികെട്ട എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എന്തുവാണ് നടക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ആക്റ്റീവ് ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇപ്പം വെളിയിലോട്ട് വരുന്നത്? പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നോ? അറിയില്ല. എൻ്റെ കയ്യിലൊരു ആക്കി കിടന്നു, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു, അപ്പം മറ്റേ സംഖ്യയാണ്, അതുകൊണ്ടാണ് മനാഫിനോട് അന്നത്ര പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വേറൊരു തലത്തിലോട്ടൊക്കെ കൊണ്ട് പല ചർച്ചകൾ നടക്കുന്നു. പല അമ്മമാരൊന്നും യൂട്യൂബേഴ്സ് ഒന്നും വിളിക്കാൻ പറ്റില്ല. അമ്മമാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനിരിക്കുന്ന അമ്മമാരാണ് കുത്തിത്തിരിപ്പ് സ്റ്റാർ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനിരിക്കുന്ന കുറെ ആളുകൾ, അതിലൊന്നും നല്ലവരായിട്ടുള്ള ആളുകൾ പോയി വീഴുമെന്ന് തോന്നുന്നില്ല. ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദ്വേഷ കമന്റ് ഇടരുത്. ഇത് കേരളത്തിന് അത് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും. അല്ല, വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല. ഇത് കുറച്ച് എന്താ പറയുക, പിന്നെ ഇതിലൊന്നും പെടാതെ ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അതിൽ വന്ന് കുറേ പാകപ്പഴക്കയിലുണ്ടേനി, കുറേ കാര്യങ്ങൾ എത്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണമെന്നുള്ളത് നമുക്കറിയാം. അവിടെയുള്ള നല്ല അവിടെ പണിയെടുത്തിക്കണ്. പിന്നെ എന്താ പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ജിതിൻ്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരു അളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പോൾ ഇവനക്ക് ഇത്ര പരിധി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും, ഒരാളുണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ്, അങ്ങോട്ട് ഇതായിപ്പോയി. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത്, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നേ വേണം. എന്താണ് കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാണ്, ഓക്കെ, ഇവനെ വെച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ്. സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം മക്കൾക്ക് ഓരോ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താണ് ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫാൾട്ട് ഒരു എന്താ പറയുക ആളുകൾക്കും ഉണ്ടാവും. അല്ലെങ്കിൽ മനുഷ്യന്മാരെല്ലാം നമ്മൾ ഇതിന് എന്താണ് ഇനി അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പോരുത്. ഈ കമന്റ് അത്രേ ഉള്ളൂ. എല്ലാവർക്കും പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത് എന്താ പറയുക, മനാഫിനാണെങ്കിലും ആ ഒരു വൈകാരിക നിമിഷത്തിൽ വന്ന കുറച്ച് വാക്കുകളുടെ പേരിൽ അത് കുടുംബത്തിലേക്കുള്ള സൈബർ ബുള്ളിങ്ങിലോട്ടൊക്കെ പോയി. എല്ലാവർക്കും പറ്റാവുന്ന, എല്ലാ മനുഷ്യർക്കും പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൂ. അതിനെ കുത്തിക്കീറി വലിച്ചു നീട്ടി സൈബർ ബുള്ളിങ്ങിലോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര വിദ്വേഷത്തിലോട്ടോ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞ് ഒരു കുടുംബമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അതിന് എഫേർട്ട് എടുത്തവരാണെങ്കിലും അല്ലെങ്കിൽ മനാഫാണെങ്കിലും അർജുൻ്റെ അളിയനാണെങ്കിലും അനിയനാണെങ്കിലും മറ്റാരാണെങ്കിലും നല്ല കാര്യം തന്നെ ആയിപ്പോയി. പരസ്പരം തമ്മിൽ തല്ലേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഒന്നായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പം ഇതൊരു നല്ലൊരു പരിസമാപ്തിയിൽ വന്നപ്പം എല്ലാവർക്കും, നല്ല മനസ്സുള്ള എല്ലാവർക്കും തന്നെ, മനുഷ്യനായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ സന്തോഷം തോന്നില്ലേ? ആ ഒരു സന്തോഷമേ എല്ലാവർക്കും തന്നെ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.